ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിസംബർ 7, 8 കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ വലിയ ഓഫറുകൾ നടക്കുന്നു എന്നൊക്കെ കേട്ടിട്ട് ഞാനും മക്കളും പോയതാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിനടുത്തുള്ള കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത്. അവിടെ ഭയങ്കരമായ ഓഫറുകളുണ്ട്. പിന്നെ 3 in 1 കോംബോ ഓഫറുകൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണ് പോയത്. അതായത് ഒരു ഡ്രസ്സ് മേടിക്കുന്ന വിലയിൽ നമുക്ക് 3 ഡ്രസ്സ് മേടിക്കാം അങ്ങനെയൊക്കെ. അതായത് ഇപ്പോൾ 899-ന് 3 കുർത്ത, 1599-ന് 3 ചുരിദാർ അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഓഫറുകൾ അവിടെ ഉണ്ടെങ്കിലും കാര്യമായ ക്വാളിറ്റിയോ അല്ലെങ്കിൽ വെർത്തായിട്ടുള്ള ഓഫറുകളോ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ മക്കളുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് അവരെയും കൊണ്ടൊന്ന് പുറത്ത് പോവാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇന്ന് പോയതാണ് കേട്ടോ. പിന്നെ അങ്ങനെ പോവാമെന്ന് തീരുമാനിച്ചത് ഈ ദിവസത്തിലായിരുന്നു. അപ്പോഴാണ് കല്യാണിൽ 7, 8 ഭയങ്കരമായ ഓഫറുകൾ നടക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗം കൂടിയിട്ട് എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ആദ്യം അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ അങ്ങനെ പറയത്തക്ക വലിയ ഓഫറൊന്നും ഞാൻ അവിടെ കണ്ടില്ല. അവിടെ സാധാരണ ഡെയിലി ആയിട്ട് കിടക്കുന്ന ഓഫറുകൾ ഉണ്ടല്ലോ അത്. പിന്നെ തുണികളിലാണെങ്കിലും 3 in 1 കോംബോ എന്നൊക്കെ പറഞ്ഞ ഒരു എണ്ണത്തിന്റെ വിലയ്ക്ക് 3 കിട്ടും എന്നുള്ള ഓഫറുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും ക്വാളിറ്റി ഇല്ല. വെറുതെ ആർക്കും വേണ്ടാത്ത ഇത്രയും നാൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ആർക്കും വേണ്ടാത്ത ഒരു കാര്യം 3 എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പോലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് പോലും അവിടെ ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കത് അത്ര വെർത്ത് ആയിട്ടുള്ള ഓഫറുകളായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പൊ ഇതൊരു ചുരിദാർ സെറ്റ്. ഇങ്ങനത്തെ ചുരിദാർ സെറ്റുകൾ 3 1599 രൂപയ്ക്ക് എന്നാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഒരെണ്ണമായിട്ട് മേടിക്കുകയാണെങ്കിൽ 675 രൂപ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ 1599 3 കിട്ടുവാണെങ്കിൽ 3 ചുരിദാർ മേടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊരെണ്ണം ഈ കളറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കളർ അങ്ങനെ നമുക്ക് എപ്പോഴും നമ്മൾ ചിലപ്പോൾ ഈ ഒരു കളർ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പൊ അത് കണ്ടതുകൊണ്ട് ഈ കളറിനോട് ഇഷ്ടം കൊണ്ടാണ് ഞാനിത് മേടിച്ചത്. പക്ഷെ ബാക്കി ഇനി ആ ഒരു രൂപ തയ്ക്കാനായിട്ട് 2 സെലക്ട് ചെയ്യാൻ നിന്നിട്ട് ഞാൻ കുറേ നേരമൊക്കെ ഞാൻ നോക്കി. പക്ഷെ എനിക്കത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിക്കുള്ളത് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഒരെണ്ണം മേടിച്ചു. അത് 675 രൂപയാണ് കേട്ടോ. അത് ഈ കളറിനോടൊരു ഇഷ്ടം കൊണ്ട് മേടിച്ചതാണ്. ഇതാണ് ടോപ്പിന്റെ മെറ്റീരിയൽ. ഇങ്ങനെ ഫ്രണ്ടില് വർക്ക് വരുന്നുണ്ട്. പാൻറ്റിന്റെ തുണി അത്ര ക്വാളിറ്റി ഉള്ള തുണിയൊന്നുമല്ല. പിന്നെ ഇത് ഷോള് ഫ്ലോറൽ പ്രിന്റ് ആയിട്ടുള്ള ഒരു ഷോൾ കേട്ടോ. അപ്പൊ എനിക്ക് ഈ കളറിനോടുള്ള ഇഷ്ടം കൊണ്ട് മേടിച്ചതാണ്. എപ്പോഴെങ്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ കണ്ടിട്ട്. അപ്പൊ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ 1599-ന്റെ 1899-നൊക്കെ 3 എന്ന് പറഞ്ഞിട്ടാണ് ഓഫർ. കുർത്തകൾക്ക് ഉണ്ട് 899-ന് 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ. പക്ഷെ അതൊന്നും അത്ര കാര്യമായ ഭംഗിയുള്ള ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല. പിന്നെ മോന് കുറച്ച് നൈറ്റ് ഡ്രസ്സ് മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോയത്. പക്ഷെ അവനൊന്നുമേ കിട്ടിയില്ല. പിന്നെ കല്യാണിൽ നമ്മള് ക്രിസ്മസ് അല്ല, നമ്മുടെ ക്രിസ്മസിൻ്റെതായ കാര്യങ്ങളെ കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ വെക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ചെണ്ട, ബോള്, ചെറിയ സ്റ്റാറ്, പിന്നെ നമ്മുടെ ട്രീയുടെ മേലെ വെക്കാനായിട്ടുള്ള ഭംഗിയുള്ളൊരു കാര്യം. പിന്നെ കുറച്ച് ക്രിസ്മസ് അപ്പാപ്പന്മാര്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇത് ബെല്ലുകൾ 3 കളറിലുള്ള ലെയർ ആയിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു ചെറിയ ട്രീ ഉള്ളൂ. അപ്പൊ ആ ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ കല്യാണിലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ചത് സ്റ്റാറിന് ഇതിന് 150 റുപ്പീസാണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ സ്റ്റാർ ആണ്. പക്ഷെ വെറുതെ കിടന്നാലും ലൈറ്റ് ഇല്ലെങ്കിലും ഇതിനൊരു ഷൈനിങ് ഉണ്ട്. അപ്പൊ അത് വെറുതെ രാവിലത്തെ സമയം കിടക്കുമ്പോഴായാലും അതിനൊരു ഭംഗി, ഒരു കോപ്പർ കളറാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചു. അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂർ നമ്മൾ ഫെജിയിൽ പോയി അവിടെ ഇങ്ങനെ കറങ്ങി നടന്ന് മേടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടി. പിന്നെ അവിടെ കുറച്ച് പിന്നെ ഇത് സാധാരണ നമ്മുടെ ഈ മാല ബൾബ് 291 രൂപ, വാം ലൈറ്റിന്റെ ഒരു മാല ബൾബും. ഇതൊക്കെയാണ് ക്രിസ്മസ് പരമായിട്ട് മേടിച്ച കാര്യങ്ങൾ. ഇനി ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എന്താ സാധാരണ ജ്യൂസും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തൊക്കെയോ ഓഫർ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല ഇതിന്റെ റിയൽ പ്രൈസും ഇനിയിപ്പോൾ അവർ ഓഫറിൽ എത്രയാ അങ്ങനെയൊന്നും അറിയില്ല. കുഴപ്പമില്ലാന്ന് കണ്ട കാര്യങ്ങൾ, നമുക്ക് ആവശ്യം തോന്നിയ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് അലുകുലത്തെ കാര്യങ്ങൾ, കുറച്ച് ജ്യൂസും കുറച്ച് കാര്യങ്ങളും ബിസ്ക്കറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കല്യാണിന് മേടിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്വീനിൽ പോയിണ്ടായിട്ടോ. ക്വീനിൽ അടിപൊളിയായിട്ടുള്ള കുറേ ഓഫറുകൾ നടക്കുന്നുണ്ട് അവിടെ. അവിടെ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും തിരക്കാണ്. എല്ലായിടത്തും ക്രിസ്മസിൻ്റെതായ ബ്ലോക്കും പിന്നെ നല്ല വെയിലും. നമുക്കൊരു ഷോപ്പിംഗ് സമാധാനത്തിൽ ചെയ്യാനുള്ള അന്തരീക്ഷമല്ല. പിന്നെ
കാലാവസ്ഥയും അതിന് ഇപ്പം അനുകൂലമല്ലാണ്ട് വരികയാണ്. അപ്പം ഇത് ഞാനേ മോൾക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. മോൾക്ക് ടോപ്പും ബോട്ടും ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിന് 119 ആണ് ഒരു മീറ്ററിന്റെ വില കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രിന്റ് നോക്കി മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ബോഡിയുടെ വിഡ്ത്ത് നോക്കി വരികയാണെങ്കിൽ 1.5 മീറ്റർ ഒക്കെ മോൾക്ക് മേടിച്ചുള്ളൂ. 1.25 മീറ്റർ ആയാലും മതി, അത്രമാത്രം വിഡ്ത്തുള്ള തുണിയാണ്. അപ്പോൾ 119 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ടോപ്പ് ബോട്ടം. ഇതിന്റെ ടോപ്പ് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത്. മോൾക്ക് ആദ്യമായിട്ടാണ് അങ്ങനത്തെ തയ്ക്കാൻ വേണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അവൾക്ക് അങ്ങനത്തെ ഒരു ടോപ്പും ബോട്ടും സ്ലീവ്ലെസ് ആയിട്ട് തയ്ച്ച് ഇട്ട് കാണണം എന്നുള്ളത്. എൻ്റെ മനസ്സിലൊരു യെല്ലോ വൈറ്റ് കളറായിരുന്നു. പക്ഷേ ഞാൻ പറയില്ലേ, നമ്മൾ ചില കളറുകൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്കത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് യെല്ലോ വൈറ്റ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് കേട്ടോ. മോൾക്ക് പിന്നെ ഇങ്ങനെ ഒരു ആഷ് ടോണിനോടാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കൊണ്ട് ഇങ്ങനത്തെ മേടിച്ചു. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അവിടെ. റണ്ണിങ് മെറ്റീരിയൽസിനൊക്കെ ധാരാളം കളക്ഷൻസ് ഉണ്ട്. ക്രിസ്മസിൻ്റെയും ഒക്കെ വന്നിട്ടുണ്ട്. ക്വീനിലെ നമ്മുടെ പുത്തമ്പള്ളിയുടെ തൊട്ടടുത്തുള്ള കടയാണ് കേട്ടോ. അവിടെ നമ്മൾ ഇത്ര മാത്രമേ മേടിച്ചുള്ളൂ. അപ്പോൾ ഇതാണ് അവിടെ നിന്ന് മേടിച്ച കാര്യം. പിന്നെ അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത അത്ര ഫുഡൊന്നും നമ്മൾ കഴിച്ചില്ല. പിന്നെ പാഴ്സൽ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാണ് ചെയ്തത്. പിന്നെ നമ്മളൊരു പുൽക്കൂട് വാങ്ങിച്ചിട്ടോ. ഇതും ആ ഒരു പുത്തമ്പള്ളിയുടെ സൈഡിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. ഇങ്ങനെ ഒരു കൂട് 330 രൂപയായുള്ളൂ. നമ്മളിവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ ഞാൻ വില ചോദിച്ചപ്പോൾ 380 രൂപ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയൊന്നുമില്ല, ഇത്രയും കട്ടിയുള്ള ഈ മരമോ ഇങ്ങനെയൊന്നല്ല, വെറുതെ കാർഡ്ബോർഡിന്റെ പെട്ടി വെച്ചിട്ട് മറിച്ചിട്ട് അത്രയും ലോ ക്വാളിറ്റിയിലുള്ളൊരു സംഭവം. അപ്പം അത് വെച്ച് നോക്കിയപ്പോൾ ഇത് 330 എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ല, നല്ലതാന്ന് തോന്നി. ഇത് ഈ ഒരു വീട് കാണാനായാലൊരു ഭംഗിയുണ്ടല്ലോ. മറ്റേത് വെറുതെ കാർഡ്ബോർഡിന്റെ, നമുക്ക് ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്വയം ഉണ്ടാക്കാവുന്നതേ ഉള്ളത്. പക്ഷെ നമുക്കിപ്പോൾ അതിന്റെ ഒരു പട്ടീസോ കോലൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. അതുണ്ടെങ്കിൽ കുറച്ച് വൈക്കോലും കൂടെ സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ ഈ വർഷത്തെ പുൽക്കൂട് ഉണ്ടാക്കുക. അത് കഴിഞ്ഞാൽ അത് കളയുകയും ചെയ്യാം. നമ്മൾ അതിന് വേണ്ടി അത്രയും ചിലവാക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് സൂക്ഷിച്ചെടുത്ത് വെക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് റെഡിമെയ്ഡായിട്ട് മേടിച്ചെന്ന് മാത്രം. പിന്നെ നമുക്ക് ഔസപിതാവും മാതാവും ഈശോയൊക്കെ ആയിട്ട് 2 ആട്ടിൻകുട്ടിയൊക്കെ ആയിട്ട് വളരെ കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ അത് അവരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വീടാണത്. അപ്പോൾ ഇതാണ് പിന്നെ മേടിച്ചത്. പിന്നെ നമുക്കിനി ഒരു യാത്ര വരുന്നുണ്ട്. നമ്മൾ ഈ യാത്ര വരുന്ന പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതേ ഇവർ വീണ്ടും ദുബായി പോയി തുടങ്ങിയെന്നല്ല. നമുക്ക് വേറൊരു യാത്രയാണ് കേട്ടോ. അപ്പോൾ ആ യാത്രയുടെ ഭാഗമായിട്ട് അതിന് വേണ്ടിയിട്ട് ഇത്തിരി ഉപകാരമുള്ള കാര്യമായിട്ട് മേടിച്ചതാണ്. ഇത് പൗച്ച്, നമുക്ക് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളോ എന്തായാലും ഇപ്പോൾ വാഷ്റൂം ബാത്റൂമിലേക്ക് ഐറ്റംസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ 4 പൗച്ച് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. 4 പൗച്ച് ഉണ്ട്. ഭയങ്കര വെർത്താണ് കേട്ടോ. 250 റുപ്പീസിന് 4 പൗച്ച്. ഇത് നല്ല കളറാണ്. നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ 4 ബാഗിനും കൂടിയിട്ട് 250 രൂപ. പിന്നെ അവിടുന്ന് ഒരു ലിപ് ബാം കണ്ടപ്പോൾ നല്ല കാര്യമല്ലേ, ലിപ് ബാമും മേടിച്ചപ്പോൾ ലിപ് ബാം തീർന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ട് അത് മേടിച്ചു. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ യാത്ര പോകുന്നത് കൊണ്ടായിട്ട് നമുക്ക് ചെരുപ്പ് വേണമായിരുന്നു. അപ്പോൾ നമ്മൾ ചെരുപ്പ് മേടിക്കാൻ കയറി. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇടാനാണെങ്കിലും ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പുറത്ത് പോകണമെങ്കിൽ ഇടാനൊക്കെ ആയിട്ട് മേരി മേടിച്ച ചെരുപ്പാണ് കേട്ടോ ഇത്. ഞാൻ പിന്നെ ഒരു ഷൂ പോലത്തെ നമ്മുടെ സാധാരണ ഒരു ചെരുപ്പാണ് മേടിച്ചത്. കാരണം പെട്ടെന്ന് ഇട്ട് പോകാൻ എളുപ്പത്തിനുള്ള ഒരു ചെരുപ്പും. പിന്നെ എനിക്കിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഞാനിപ്പോൾ ഷൂ ആണ് സാധാരണ ഇടാറുള്ളത്. അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കുമ്പോഴായാലും ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കാനാണെങ്കിലും ഇത് കുഴപ്പമില്ല. ചെരുപ്പ് ഇടുമ്പോൾ എനിക്ക് ഗ്രിപ്പ് കിട്ടില്ല വണ്ടി ഓടിക്കുമ്പോൾ. ഷൂ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കാല് കുത്താം, വണ്ടി തിരിക്കാം, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ അല്ല, നമ്മൾ സാധാരണ ഷൂ ആണ്. ഇപ്പം ഞാൻ റീബക്കിൻ്റെയോ ഷൂ ആണ് ഇപ്പോൾ ഇടുന്നത്. പകരം പിന്നെ ഇതിട്ടാലും മതി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പർച്ചേസിങ് നമ്മൾ ചെയ്തത്. ഞങ്ങൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. ഇപ്പോൾ സമയം 3 മണിയായി. ഞങ്ങൾ പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഓട്ടോ വിളിച്ച് ഇവിടെ തിരിച്ചെത്തി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ. ഇനി നമുക്ക് ഞങ്ങളൊന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റ് ഇന്ന് പുൽക്കൂട് വെക്കണം, ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ഇന്ന് ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് ക്രിസ്മസ് ട്രീ ഒരുക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ദുബായിൽ വീട്ടിൽ വലിയ ട്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങോട്ട് നാട്ടിലോട്ട് വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റിയില്ല. അത് വലിയൊരു സങ്കടമായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഫ്ലാറ്റിലോട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് ഈ ഫ്ലാറ്റ് തുറന്ന് കാണുന്ന സമയത്ത് ബാൽക്കണിയിൽ ഒരു ട്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ആ ട്രീ അപ്പോൾ അത് നമ്മൾ വന്നപ്പോൾ ചാക്കിലൊക്കെ ആക്കി ഞാൻ ഭദ്രമാക്കി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഷെൽഫിൽ.
അപ്പോൾ ദേ അടുത്ത ഒരു ക്രിസ്മസ് ടൈം വന്നു. നമ്മുടെ ഈ ഫ്ലാറ്റിൽ വന്നിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആണ്. നമുക്ക് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. എല്ലാ ആഘോഷങ്ങളും എല്ലാ ദിവസങ്ങളും സമാധാനമായിട്ടും സന്തോഷമായിട്ടും നീങ്ങുകാന്ന് പറയുന്നതേ ഉള്ളൂ ട്ടോ. അതല്ലാതെ ഇപ്പൊ നമുക്ക് ആഘോഷങ്ങൾക്ക് ഭയങ്കരമായ ആഘോഷങ്ങളും അല്ലാത്ത ദിവസത്തിന് ഒന്നുമില്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. എന്നും ഒരേപോലെ പോകുന്നു. പിന്നെ ആഘോഷങ്ങളില് ചെറിയൊരു സന്തോഷം അതിൻ്റേതായ നമ്മള് നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നു. അത്രമാത്രേ ഉള്ളൂ ട്ടോ. അപ്പോൾ ക്രിസ്മസ് ട്രീ ഞാനും മക്കളും കൂടെ ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്രിസ്മസിന്റെ സമയമായതുകൊണ്ട് തന്നെ അവര് ടിവിയിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ക്രിസ്മസുമായി റിലേറ്റഡ് ആയിട്ടുള്ള. അത് കേട്ടിട്ടാണ് മോൻ അവിടെ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നതും ചാടിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ട്ടോ. അപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷമാണ്. പക്ഷേ എന്നോട് ചോദിച്ചാൽ എനിക്ക് ആഘോഷങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഘോഷം ഓണാണ് ട്ടോ. കാരണം അത് എല്ലാവരും ആഘോഷിക്കുന്നതും എല്ലായിടത്തും ഒരു സന്തോഷം ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് ഓണാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ആഘോഷം. പിന്നെ നമ്മള് ക്രിസ്ത്യൻസ് ആണ്. അപ്പോൾ ക്രിസ്മസിന് നമുക്ക് അത് നമ്മളൊരു ക്രിസ്തീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻസിന്റെ എന്തോ ഒരു ആഘോഷം. ഹിന്ദൂസിന് ആഘോഷമില്ല. മുസ്ലിംസിന് ആഘോഷമില്ല. അങ്ങനെ അതൊരു തരം തിരിച്ച് വെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നണേ ട്ടോ. കാര്യം ചിലപ്പോൾ നമ്മുടെ നാട്ടില് മുസ്ലിം, ഹിന്ദുക്കള് അങ്ങനെയുള്ള ആളുകൾ കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം. ഈ ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അത് നമ്മളിൽ മാത്രം ഒതുങ്ങി പോകുന്നത് കൊണ്ട് എന്തോ എനിക്ക് അതിന് അത്ര വലിയ സന്തോഷവും താല്പര്യമൊന്നും തോന്നാറില്ല. പിന്നെ ഇതൊക്കെ ഒരുക്കുന്നതും എന്തിനാന്ന് ചോദിച്ചാല് നമ്മുടെ മക്കൾക്ക് ക്രിസ്മസിന്റെ ഒരു ഓർമ്മ നമ്മളിലുണ്ടായിരിക്കണം അല്ലേ? നമ്മള് അപ്പ അമ്മയുണ്ടായിരുന്നപ്പോ ഇങ്ങനെ ചെയ്യുവായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന ഓർമ്മകളാണ് നമ്മൾ ഈ ചെയ്യുന്ന ഓരോ ഒരുക്കങ്ങളും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരുക്കുന്നുന്ന് മാത്രം. ഓണത്തിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നു. എല്ലാം നമ്മുടെ മക്കൾക്ക് നാളെ ഒരു ഓർമ്മയുടെ മുതൽക്കൂട്ട് അത്രയായിട്ടാണ് നമ്മൾ ഓരോ ഒരുക്കങ്ങളും ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ക്രിസ്മസിന് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ആഘോഷം എന്ന് പറഞ്ഞാല് സ്റ്റാർ ഇടുക, ക്രിസ്മസ് ട്രീ വെക്കുക, പുൽക്കൂട് വെക്കുക. ഇതൊക്കെ തന്നെയുള്ളൂ ക്രിസ്മസിന്റെ ആഘോഷം. ഇനി ക്രിസ്മസിന്റെ ഡേയിൽ നമ്മൾ കുറച്ച് നോൺ വെജും, കുറച്ച് വട്ടയപ്പവും, വെള്ളയപ്പവും, സ്റ്റൂ ഒക്കെ ഉണ്ടാക്കും, ഭക്ഷണം കഴിക്കും. അത്ര തന്നെ. അതേ ഉള്ളൂ. അതല്ലാതെ ഇതിന് പുറമേ ഒരു പ്രത്യേക ആരവങ്ങളോ, ആഘോഷങ്ങളോ പുറത്തൊന്നും നമുക്ക് കാണാൻ കിട്ടില്ല. പിന്നെ വലിയ വലിയ പള്ളികളിൽ ഒരുക്കിയിട്ടുള്ള പുൽക്കൂടുകള് കാണാൻ പോവാൻ സാധ്യതയുള്ളവർക്ക് അങ്ങനെ കാണാൻ പോവാം. അതുകൊണ്ട് അങ്ങനെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും അങ്ങട് ഒരു ഓളം ചെന്നൊരു ആഘോഷമല്ലാത്തതിന്റെ ഒരു കുറവ് ക്രിസ്മസിന് എനിക്കെപ്പഴും ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാല് അല്ലേ? ഇപ്പൊ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമാണ്. ദീപാവലി എന്ന് പറയുമ്പോൾ നോർത്ത് സൈഡില് ആണ് കൂടുതൽ ആഘോഷിക്കുന്നത്. അങ്ങനെ ഓരോ ഏം, രാജ്യത്തിന്റെ പല പല സൈഡിലുള്ളവര് പല പല ആഘോഷങ്ങൾ ആഘോഷിക്കുന്നു. പക്ഷേ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവനാണ് ആഘോഷിക്കുന്നത്. എല്ലായിടത്തും ക്രിസ്മസിന്റെ ഓളങ്ങളും തരംഗങ്ങളും ലൈറ്റുകളും അതായത് കൂടുതലും നമ്മുടെ ഇന്ത്യക്ക് പുറത്തോട്ടാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ക്രിസ്മസിന്റെ ആഘോഷങ്ങളുള്ളത്. അപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ജർമ്മൻ ക്ലിനിക്കിലായതുകൊണ്ട് തന്നെ അവിടെ ക്രിസ്മസ് വരുമ്പോൾ വലിയ ആഘോഷമാണ് ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതും ഗിഫ്റ്റുകൾ പൊതിയുന്നതും ക്രിസ്മസിൻ്റെ ഫങ്ഷൻസും എല്ലാം ഭയങ്കര ഗംഭീരമായിട്ടാണ് ആഘോഷിക്കുക. കാര്യം പറഞ്ഞാൽ അവിടെ മുസ്ലിംസ് ഉണ്ട് ഡോക്ടേഴ്സായിട്ട് ക്രിസ്ത്യൻസ് ഉണ്ട്. പക്ഷേ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു ലോകത്തിൻ്റെ ആഘോഷമായിട്ടാണ് അവരത് കണക്കാക്കപ്പെടുന്നത്. അത് നമ്മളുടെ ഒരു നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ക്രിസ്തു ജനിച്ചു, ഈശോ ജനിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നു. പക്ഷെ അവർക്കത് അതല്ല. ഒരു സാന്താക്ലോസ് അല്ലെങ്കിൽ കുറേ ഗിഫ്റ്റുകളുമായിട്ട് മറ്റുള്ളവരെ എല്ലാവരും ഒരുമിച്ച് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് നടത്തുന്ന ഒരു പുണ്യപ്പെട്ട ഒരു സമയം എന്നൊക്കെയാണ് അവരതിനെ കണക്കാക്കിക്കൊണ്ട് ആഘോഷിക്കുന്നത്. എന്തായാലും എനിവേ നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മളിവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുമ്മെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മളിന്ന് മേടിച്ചു. പുൽക്കൂടും മേടിച്ചു. അപ്പോൾ ഒരു കുഞ്ഞു പുൽക്കൂടാണ് ട്ടോ. അപ്പോൾ ഞാനത് ചെറിയ സ്റ്റൂളിൽ കയറ്റി വെച്ച് ഒരു വൈറ്റ് കളറ് എൻ്റെ കയ്യിലൊരു സ്കാർഫ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് ഒരു സ്റ്റൂള് കാണുന്നത് മോശമല്ലേ? അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് അതിലാണ് പുൽക്കൂട് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് മെമ്പേഴ്സായിട്ട് ആ ഔസേപിതാവും മാതാവും ഉണ്ണീശോയും ഒരാടേ ഉള്ളൂ. നമ്മൾ ദുബായിൽ വെച്ചേ ചെയ്യാറുള്ള പുൽക്കൂടാണ് ട്ടോ ഇത്. അവിടെ നമുക്ക് ഇങ്ങനെ പുൽക്കൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഈ ഒരു ഗ്രീൻ ഇതില് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ അതിന്റെ ആ കൂട് തന്നെയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മെമ്പേഴ്സ് തന്നെയാണ് ട്ടോ.
പിന്നെ ഈ ക്രിസ്മസ് ട്രീക്ക് താഴെ ആ ഒരു എന്താ പറയാ കോലുകൾ അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് ട്രീ സ്കേർട്ട് കിട്ടും. അത് വേടിക്കാനും കിട്ടും. ഇല്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കും ചെയ്യാം. അതങ്ങനെ കവർ ചെയ്തിടാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പൊ ആ സ്റ്റാൻഡിന്റെ ആ കോലുകൾ അങ്ങനെ കാണാതെ നിന്നോളും. അതൊരു വൈറ്റ് തുണി കൊണ്ടോ അല്ലെങ്കിൽ റെഡ് കളർ തുണി കൊണ്ടോ നമുക്ക് ഒന്ന് തയ്ച്ച് സ്റ്റിച്ച് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടാലും മതി. നമ്മളൊക്കെ എന്താ പറയാ, ഇതിനൊക്കെ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ഒരു ക്രിസ്മസ് ട്രീക്കും പുൽക്കൂടിനൊക്കെ. പക്ഷേ പുറത്തുള്ള ആളുകളൊന്നും അങ്ങനെയല്ല. അവരൊക്കെ ക്രിസ്മസ് ട്രീക്ക് പിന്നെ വീടൊരുക്കുന്നതിനും ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ അതുമാത്രം ഡെക്കറേഷനാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവരൊരു വീട് മൊത്തം ഡെക്കറേറ്റ് ചെയ്യാണ്. എന്ത് ഭംഗിയായിട്ടാ ഡെക്കറേറ്റ് ചെയ്യാ. അവരുടെ അവർക്ക് ഈ ക്രിസ്മസിന്റെ ട്രീയുടെ സ്കേർട്ടും എല്ലാം അതിൻ്റേതായ എന്താ പറയാ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവര് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നമ്മള് ഇപ്പൊ ആ ഒരു കൾച്ചറൊക്കെ കണ്ടുവരുന്നു. നമ്മള് അവിടേക്കൊക്കെ എത്തിത്തുടങ്ങുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളില് ഇങ്ങനെ പുറത്ത് പോയപ്പോ കണ്ട പള്ളികളിലൊക്കെ ഒരു യൂറോപ്യൻ ടച്ചിലൊക്കെ തന്നെയാണ് ട്ടോ ക്രിസ്മസ് ട്രീസ് ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും ഗ്രീനാണ് കൂടുതല് കാണുന്നത്. പക്ഷെ സിൽവർ കളർ ഫുള്ളായിട്ടുള്ള ക്രിസ്മസ് ട്രീസ് ഉണ്ട്. അതിലെ ഡെക്കറേഷൻസ് ആണെങ്കിലും സിൽവർ കളറ്, സിൽവർ ഗോൾഡൻ കളറ് മാത്രമായിട്ടുള്ള ക്രിസ്മസ് ട്രീകളുണ്ട്. അതായത് ഒരു മഞ്ഞില് മൂടിയ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ട്രീകൾക്ക് ഗ്രീൻ കാണാൻ പറ്റില്ല, വൈറ്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു തീമിനാണ് ആ ഒരു സിൽവർ കളറ് ക്രിസ്മസ് ട്രീകൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പല ക്രിസ്മസ് ട്രീകളും ഉണ്ട്. എന്തായാലും നമ്മള് നമുക്കുള്ളതുപോലെ ഒരുക്കി വെക്കുന്നുന്ന് മാത്രം ട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്മസിന് ഈ ഒരുക്കങ്ങളൊക്കെ ഉള്ളൂ ട്ടോ. ഇപ്പൊ ആധ്യാത്മികമായ രീതിയില് പറയുമ്പോ നോമ്പ്, പിന്നെ അങ്ങനെയുള്ള ഒരുക്കങ്ങളൊന്നും നമുക്കില്ല. നമുക്ക് നൊയമ്പൊന്നുമില്ല. നമ്മള് ഇറച്ചിയും മീനും ഒക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ നൊയമ്പുകളൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കി നമ്മള് നൊയമ്പെടുക്കും. പിന്നെ എന്താ പറയാ, സുകൃത ജപം ചൊല്ലി പുൽക്കൂടുണ്ടാക്ക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പത്തെ മക്കൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അറിയുന്നവരുണ്ട്. പക്ഷേ അന്നത്തെ ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ക്രിസ്മസ് ഒരുക്കങ്ങളൊന്നും ഇന്നത്തെ കുട്ടികൾക്കില്ല. അല്ലെങ്കിൽ നമ്മളതിന് വലിയ പ്രാധാന്യം ആ രീതിയിൽ കൊടുക്കുന്നില്ലാത്തത് കൊണ്ടാണോ ആയിരിക്കാം. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാനെപ്പോഴും മക്കളുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്. നമ്മള് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് എന്ത്? മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് ദോഷം വരുന്നൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ മറ്റുള്ളവരുടെ സങ്കടങ്ങളില് പങ്കുചേരുക എന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ സന്തോഷത്തില് ഒരേപോലെ സന്തോഷിക്കാനുള്ള മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം സങ്കടങ്ങളിലെ ആശ്വസിപ്പിച്ച് അയ്യോ അങ്ങനെയാണല്ലേ, ഇങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷെ സന്തോഷത്തില് നമ്മളുടെ കൂടെ എന്താ പറയാ അത് ഉള്ളിൽ നിന്നൊരു സന്തോഷം പ്രകടിപ്പിക്കാൻ ആർക്കും പറ്റും. പക്ഷെ മനസ്സില് മുഴുവൻ സന്തോഷത്തോടു കൂടെ നിൽക്കാൻ പറ്റിയാലാണ് അതിന് കൂടുതല് ആ ബന്ധങ്ങൾക്ക് ആഴമുള്ളൂ. അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സ്നേഹവും സന്തോഷവും എന്നൊക്കെ ഞാൻ മക്കളുടെ അടുത്ത് പറയാറുണ്ട് ട്ടോ. അപ്പോ ആനേനെയും മേടിച്ചു, എല്ലാം മേടിച്ചു. പക്ഷെ ആനത്തൊട്ടി മേടിച്ചില്ല എന്ന് പറഞ്ഞ പോലെ ക്രിസ്മസ് നക്ഷത്രത്തിൻ്റെ ഉള്ളിടാനുള്ള ബൾബ് ഞങ്ങൾ മേടിച്ചില്ലാട്ടോ. പിന്നെ പിറ്റേ ദിവസാണ് ഞങ്ങള് വീടിൻ്റെ അടുത്ത് പോയിട്ട് ഞാനും മോനും കൂടി പോയി ക്രിസ്മസിൻ്റെ സ്റ്റാറിൻ്റെ ഉള്ളിടാനുള്ള ബൾബൊക്കെ മേടിച്ച് ഒരു ഈവനിങ് ആയപ്പോ ഞാനും മോനും കൂടെ അത് ഇടാണ്. എനിക്കെപ്പോഴും ഇപ്പൊക്കെ കൂടുതല് ഈ എൽഇഡി സ്റ്റാറുകളൊക്കെയാണല്ലേ. പക്ഷെ എനിക്കെപ്പോഴും സ്റ്റാർ എന്ന് പറയുമ്പോൾ വെള്ള വാൽനക്ഷത്രം. അതാണ് എൻ്റെ മനസ്സിലുള്ള എന്നും അതാണല്ലോ നമ്മള് നക്ഷത്രം എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ നമ്മള് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പിന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള സ്റ്റാറുകൾ ഇടുന്നെന്ന് മാത്രം. അപ്പൊ എന്നാലും ഈ എൽഇഡി സ്റ്റാറുകളെക്കാളും സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കടലാസിന്റെ ഇതാണ് നല്ല വിരിഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന സ്റ്റാറായിട്ട് മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് ട്ടോ ഇങ്ങനത്തെ സ്റ്റാർ മേടിച്ചത്. അപ്പോൾ നേരത്തെ നമ്മള് ഇലക്ട്രീഷ്യനെ വിളിച്ച് സ്റ്റാറൊക്കെ ഇടാനുള്ള ബൾബും വയറൊക്കെ വലിച്ച് ബാൽക്കണിയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് ഇത്തിരി പൊന്തിച്ചിട്ടാണ് ബൾബ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനത് സ്റ്റാർ കെട്ടി വന്നപ്പോ അതിങ്ങനെ സ്റ്റക്കായി നിക്കാ. ആ ഒരു ബീമില് ടച്ച് ചെയ്ത് നിക്കാ. അപ്പൊ അങ്ങനെ നിന്നിട്ട് കാര്യല്ലല്ലോ. സ്റ്റാറിന്റെ എല്ലാ എഡ്ജസും നമുക്ക് കണ്ടാലല്ലേ അതിനെ മുഴുവനായിട്ട് നമുക്കത് കാണുമ്പോ ഭംഗിയുണ്ടാവുള്ളൂ. അപ്പൊ ഞാനത് പതുക്കെ അവര് ആണിയൊക്കെ തറച്ച് തന്നിട്ടുണ്ടായിരുന്നതായിരുന്നു. അവിടുന്ന് ആ വള്ളിയൊക്കെ ഊരി ഇത്തിരിയും കൂടെ താഴ്ത്തിക്ക് ഇട്ടുട്ടോ. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പള്ളി ഞാൻ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു ട്ടോ. അപ്പോൾ ക്രിസ്മസ് ട്രീ ഒരുക്കലും
ക്രിസ്മസ് കൂട് ഉണ്ടാക്കലും, ക്രിസ്മസ് ട്രീ മത്സരങ്ങള്, ക്രിസ്മസ് കാർഡ് മത്സരങ്ങള് അതൊക്കെ ഭയങ്കര ആരവവും ഓളമൊക്കെ ഉള്ള ഒരു കാലഘട്ടമൊക്കെ ആയിരുന്നു ട്ടോ. ഇപ്പൊ എൻ്റെ മക്കള് പിന്നെ ഇവിടെ പള്ളിയില് സൺഡേ കേറ്റ്സിന് പോകുന്നു, വരുന്നു എന്നല്ലാതെ പള്ളിയായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ വലിയ ആഘോഷങ്ങള് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് എന്താണോ, നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് എന്താണോ അതൊക്കെയാണ് അവരുടെ ആഘോഷങ്ങള്. നമ്മളുടെ ചെറുപ്പത്തിലൊക്കെ അതായത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇങ്ങനെയുള്ള ആഘോഷ സമയങ്ങളൊന്നും വീട്ടിലുണ്ടാവില്ല ട്ടോ. ഫുൾ ടൈം പള്ളിയും പള്ളിയിലെ ഒരുക്കങ്ങളുമായിട്ട് അങ്ങനെ നടക്കുമായിരിക്കും. അപ്പൊ അതൊക്കെ ഞാൻ എൻ്റെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഞാനത് ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് ട്ടോ. സ്കൂളിലെ പരിപാടികളായാലും, സ്കൂളിലെ ക്രിസ്മസ് കാരണം കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ സ്കൂളിലെ പ്രോഗ്രാമുകളും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ അവിടെ ആ റെഡ് ഇങ്ങനെ വയർ ഇങ്ങനെ കാണണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ആ ഒരു ഇത് ഞാൻ വയറിൽ മുഴുവൻ ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ രാവിലെ നല്ല വെയിൽ ഉദിക്കുമ്പോൾ നല്ല ഷൈനിങ് ആണ് അതിലേക്ക് അടിക്കുമ്പോൾ. അപ്പോൾ ഞാനത് അങ്ങനെ കവർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിസ്മസിന്റെ ആദ്യപടി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ.